മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം തുടങ്ങിയിട്ട് 48 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രപതി ഭരണം എന്നാൽ നിയന്ത്രണം പൂർണ്ണമായിട്ടും സൈന്യത്തിന്റെ പക്കലിലേക്ക് മാറുകയും ചെയ്യും. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ കാര്യമായ ആക്രമണങ്ങളൊന്നും തന്നെ താഴ്വരയിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. കലാപം തുടങ്ങിയ 20 മാസങ്ങൾ മുൻപ് തന്നെ മണിപ്പൂർ രാഷ്ട്രപതി ഭരണം വേണമെന്ന ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ അത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരുന്നില്ല. കലാപം തടയാൻ ബീരേൻ സിംഗ് സർക്കാരിന് പ്രാപ്തിയുണ്ടെന്ന് പറഞ്ഞ BJP കോൺഗ്രസിനെ തള്ളി. ഒടുവിൽ 200-ലേറെ പേരുടെ ജീവനും 10,000-ങ്ങളുടെ സ്വത്തും നഷ്ടമായതോടെ കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി ബീരേൻ സിംഗിന് രാജി വെക്കേണ്ടി വന്നു. ഒടുവിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച രാഷ്ട്രപതി ഭരണം എന്ന ആവശ്യം താഴ്വരയിൽ ശാന്തത കൊണ്ടുവരുമെന്ന് ഉറപ്പിക്കാം. അതേസമയം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയാൽ നിയമസഭ പിരിച്ചുവിട്ട രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ആഹ്വാനം നൽകും. ഇത് മുന്നിൽ കണ്ട കോൺഗ്രസ് ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു. 6 മാസത്തിനിപ്പുറം മണിപ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. BJPയുടെ ദുർഭരണത്തിന് അറുതി വരുത്താൻ വെമ്പൽ കൊള്ളുന്ന മണിപ്പൂർ ജനത കോൺഗ്രസിനെ വാഴിക്കുമെന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് അധികനാൾ രാഷ്ട്രപതി ഭരണം പ്രായോഗികമല്ല. ഇതോടെ മാസങ്ങൾക്കുള്ളിൽ മണിപ്പൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇനി BJPക്ക് മണിപ്പൂരിൽ സർക്കാർ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വിദൂരമാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിലെ 2 സീറ്റുകളിലും വിജയം കോൺഗ്രസിനൊപ്പമായിരുന്നു. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ BJPക്ക് നിലം തൊടാനാകില്ല. 2 വർഷം ഇനിയും മണിപ്പൂർ സർക്കാരിന് ബാക്കി നിൽക്കുന്നുണ്ട്. അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് മണിപ്പൂരിൽ BJP നേടിയത്. ആകെയുള്ള 60 നിയമസഭാ സീറ്റുകളിൽ 37ലും BJPയാണ് ജയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിലും തൂത്തുവാരി വലിയ വിജയം നേടിയ കോൺഗ്രസ് അതിനു മുൻപ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിയുകയായിരുന്നു. വെറും 5 സീറ്റിൽ മാത്രമാണ് അവർക്ക് ജയിക്കാനായത്. എങ്കിലും BJPയുടെ ദുർഭരണത്തിനെതിരെ ജനരോക്ഷം അണപൊട്ടി ഒഴുകിയ അവസ്ഥയിലൂടെയാണ് BJP കടന്നുപോകുന്നത്. നിലവിൽ 6 മാസത്തിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ സീറ്റുകളുടെ എണ്ണം 2 അക്കത്തിനപ്പുറം എത്തിക്കാൻ BJP നന്നായി പാടുപെടും. മണിപ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് ഏറ്റവും വലിയ തോൽവി ഏറ്റുവാങ്ങിയത്. ആദ്യമായി കോൺഗ്രസ് സീറ്റുകളുടെ എണ്ണത്തിൽ ഒറ്റ അക്കത്തിലേക്ക് മാറിയ തെരഞ്ഞെടുപ്പായിരുന്നു അത്. ആ മാനക്കേടിൽ നിന്നും തിരിച്ചു കയറാനുള്ള സുവർണ അവസരമാണ് കോൺഗ്രസിന് മുന്നിൽ എത്തി നിൽക്കുന്നത്. പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപും പിൻപും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ സന്ദർശനം നടത്തിയിരുന്നു. BJPയുടെ വിലക്ക് മറികടന്ന് കലാപത്തിന് ഇരകളായ 2 വിഭാഗങ്ങളെയും രാഹുൽ ഗാന്ധി കാണുകയും സമാധാനിപ്പിക്കുകയും ചെയ്തു. അതിന്റെ ബാക്കിയായിട്ടാണ് വെറും 5 സീറ്റുകൾ മാത്രമുള്ള നിയമസഭയിലേക്കുള്ള കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ പൂർണ്ണമായിട്ടും സ്വന്തമാക്കിയത്.